പിണറായി വിജയൻ മാറി നിന്നാലുണ്ടല്ലോ പൂജ്യമായിപ്പോയി. ഇടതുപക്ഷത്തെ നയിക്കാൻ പിണറായിക്ക് സമമായിട്ട് പിണറായി അല്ലാതെ ഒരൊറ്റ ആളുമില്ല. കോൺഗ്രസിന് ഹൈന്ദവ വോട്ടുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അവർ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ പുറകെ കിടക്കല്ലേ. മുസ്ലിം ലീഗ് എന്ത് പറയുന്നു? ചാടിക്കളിക്കട കുഞ്ഞിരാമെന്ന് പറയുമ്പോൾ കുഞ്ഞിരാമൻ കളിക്കല്ലേ അവര്. വി സതീശൻ എന്ന് പറഞ്ഞാൽ ആ മഹാനാണല്ലോ LDFിൻ്റെ ഐശ്വര്യം. ഈ പ്രതിപക്ഷ നേതാവായപ്പോൾ പുള്ളി ആരോ ആണെന്നൊരു തോന്നൽ കയറി. അഹംഭാവം. അത് വിനാശകാലെ വിപരീത ബുദ്ധി. 2 മാർക്ക് തന്നെ കഷ്ടിച്ചു കൊടുക്കാനുള്ള നിലവാരമുണ്ട്. SNDPയുടെയും SN ട്രസ്റ്റിന്റെയും അമരക്കാരൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. 30 വർഷം ഒരു സാമുദായിക പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. 30 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അപ്പം എങ്ങനെയാണ് SN ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ SNDPയുടെ ഒക്കെ ഈ അമരത്തേക്ക് വരുന്നത്? വഴിതെറ്റി വന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് അതേക്കുറിച്ച് പറയാമോ? ശരിയാണ്, വഴിതെറ്റിയല്ല, ട്രാക്ക് തെറ്റി വന്നതാണ്. അതെ, ട്രാക്ക് തെറ്റി വരുന്നതും വഴിതെറ്റി വരുന്നതും രണ്ടും രണ്ടാണ്. ട്രാക്ക് തെറ്റി വന്നതാണ്. ഞാൻ 1-ാം നടൻ കോൺട്രാക്ടറായിരുന്നു. ഞാൻ അവസാനം ചെയ്തത് കൊങ്കൺ റെയിൽവേയാണ്. കൊങ്കൺ റെയിൽവേയുടെ പണി തീർന്ന സമയത്ത് ശ്രീധരൻ സാർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വലിയ ഇഷ്ടമായിരുന്നു, നിറയെ പണി തന്നു. അത് തീർന്ന ശേഷത്ത് പറഞ്ഞു, ഞാൻ ഇനി ഡൽഹി മെട്രോയിലേക്ക് പോവുകയാണ്, വെള്ളാപ്പള്ളി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ശിവഗിരിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാശ്വതാനന്ദ സ്വാമി ഉൾപ്പെടെ വന്ന്, ശാശ്വതാനന്ദ സ്വാമിയുണ്ട്, എൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച V.S. അച്യുതാനന്ദനും ഉണ്ട്, അതുകൂടെ അത് MS മണി, ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് SNDP യോഗത്തിലേക്കൊന്ന് മത്സരിക്കണമെന്ന്. ഞാനെന്നും ഇലക്ഷന് വേണ്ടിയിട്ട് വർക്കിൻ്റെ നേതാവായിട്ട് നിന്ന്, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് നിന്ന് മത്സരിക്കാൻ ജയിപ്പിക്കാൻ വേണ്ടി രാഘവൻ വക്കീലിനെ പ്രത്യേകിച്ചു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതല്ലാതെ സ്ഥാനാർത്ഥിയായ ചരിത്രമില്ല. വളരെ പ്രഷർ ചെലുത്തിയപ്പോൾ ഞാൻ അവസാനം സ്ഥാനാർത്ഥിയായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ തൊഴിലും ഈ പ്രവർത്തനവും, സമുദായ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാൻ തൊഴിൽ കംപ്ലീറ്റ് നിർത്തിയിട്ട് 24 മണിക്കൂറും ഞാൻ ഇതിൽ അടിയുറച്ചു നിന്നു. എന്നെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയതും തണ്ടൻ, മണ്ടൻ, കള്ളുകൂടിയൻ, കള്ളു കച്ചവടക്കാരൻ, തുടകറൻ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞാൻ ആരായിരുന്നു എന്ന് നാട്ടുകാർക്കറിയാം, പുറത്തുള്ള പലർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ചിക്കുപായയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. 21 വയസ്സുള്ളപ്പോൾ. ഈ നാട്ടിൽ മുഴുവൻ പാവങ്ങൾ മാത്രവും എല്ലാം ചെറിയ കുടികളിൽ താമസിക്കരുന്നു എല്ലായാളും. 21 വയസ്സ് എനിക്കുള്ളപ്പോഴും 65 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സാധാരണക്കാരുടെ ദുഃഖവും ദുരിതവും തൊട്ടറിഞ്ഞ് ഞാൻ ഓരോ വീടുകളിലെയും മുമ്പിൽ പോയിരുന്ന് അവർ വിളിച്ചിരുത്തി അവരെല്ലാം സങ്കടം കേട്ട് ഞാൻ കണ്ണീര് കുടിക്കുകയല്ല ചെയ്തത്, കണ്ണീരൊപ്പുകയാണ് ചെയ്തത്. നിങ്ങളെല്ലാവരും പലരും വിചാരിച്ചു SNDP എന്ന് പറയുന്ന സാധനം ഒന്നിക്കും ചുക്കും അറിയാൻ പാടില്ല, ഇവനൊന്നും കൊണ്ടു നടക്കാൻ. പക്ഷേ എനിക്കറിയാമായിരുന്നു പാവങ്ങളാണ് ഇതിനകത്തുള്ളത്. പാവങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്ന ആ മുദ്രാവാക്യം ഞാൻ സ്വീകരിച്ചു. പലതരം അധിക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ. അതെ, അത് എന്നിട്ടും എങ്ങനെയാണ് ഒരു സ്ഥാനചലനം സംഭവിക്കാതെ 30 വർഷം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അതെന്താണെന്നറിയാമോ? എനിക്കൊരു ചാനലില്ല, എനിക്ക് വേണ്ടി പറയാൻ കോപ്പികളുള്ളൊരു പത്രം പോലും ഇല്ല. പക്ഷേ എൻ്റെ പത്രവും ചാനലും ജനമാണ്. ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുകയല്ലേ എപ്പോഴും. ആരെന്ത് എഴുതിയാലും പറഞ്ഞാലും എന്താ കേൾക്കാത്തത്? ഈ സത്യങ്ങൾ എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ അവരുടെ ജനങ്ങളുടെ ഇടയിൽ, സമുദായ അംഗങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആരെന്ത് എഴുതിയാലും കേൾക്കുകയില്ല. അതാണ് നേര്. 30 കൊല്ലം നിങ്ങൾക്കറിയാമല്ലോ, ഈ 30 കൊല്ലം ഈ സമുദായത്തെ കൊണ്ടു നടക്കുന്ന പാടൊന്നുമില്ലേ? എനിക്കൊരുപാടുമില്ല, വളരെ നിസ്സാരം. ഞാൻ പറഞ്ഞ കൊച്ചു കുട്ടികളെ കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ ഈ സമുദായത്തെ കൊണ്ട് നടക്കുക. ഈ 30 വർഷം കൊണ്ട്, ഇത്രയും വലിയൊരു കാലം കൊണ്ട് സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ താങ്കൾ പൂർണ്ണമായും തൃപ്തനാണോ? സമുദായത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിയോ? തീർച്ചയായും പറ്റില്ല. കാരണം സമുദായത്തിന് എല്ലാം ചെയ്തു കൊടുക്കണമെങ്കിൽ അല്ല. കാരണം എനിക്ക് പറയാനല്ലേ സാധിക്കുള്ളൂ. അധികാരം വേണം. അധികാരം എവിടെ കിട്ടി? ശങ്കർ അധികാരത്തിനുണ്ടായിരുന്നപ്പോഴാണ്
വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ സമുദായത്തിന് നീതി കിട്ടിയത്. ഈ അധികാരത്തിൽ അധസ്ഥ മരണം, ഈ അധസ്ഥ വിഭാഗങ്ങളുടെ വേദനയും പ്രയാസം അറിഞ്ഞ ഭരണക്കാർ വരണം. അഞ്ചൽ ശിപായിക്കൊണ്ട് അരക്കഴിഞ്ഞ അധികാരമെന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഭാഗത്തിലുള്ള ആളുകളും അധികാരത്തിൽ വന്നാൽ മാത്രമേ അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ നീതി ഈ സമുദായത്തിന് കിട്ടിയിട്ടുണ്ടോ? രാഷ്ട്രീയ നീതി ലഭിച്ചിട്ടുണ്ടോ? സാമ്പത്തിക നീതി ലഭിച്ചിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടത്ര ഈ പിന്നോക്ക സമുദായ യുവ സമുദായത്തിൽ ലഭിച്ചിട്ടില്ല. അതായത് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി വന്നാലല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്ന നവോത്ഥാനം പൂർണ്ണമാവുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് താങ്കൾക്ക് സാധ്യമാവാത്തത്? കാരണം എല്ലാം പയ്യെത്തുന്ന പലതിനാണ്. നമ്മൾ രാഷ്ട്രീയ ശക്തിയാകുകയാണ് ഇപ്പോൾ. ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല SNDP യോഗം. SNDP ഒരു സമുദായ സംഘടനയാണ്. ആ സംഘടനയുടെ വകുപ്പ്, ഭരണഘടനയുടെ വകുപ്പ് 3B തന്നെ വ്യക്തമായും പറയുന്നുണ്ട്, ഈഴവൻ്റെ ലൗകികം, വിദ്യാഭ്യാസം, ആരാധന, വ്യവസായം ഉൾപ്പെടെയുള്ളത് അരുവിപ്പുറത്തും ആവശ്യമുണ്ട്. മറ്റു പ്രദേശങ്ങളിലും ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് നടത്താനുള്ള അധികാരം രാജാവായ എനിക്ക് വേണ്ടി ദിവാനായി ഞാൻ ഇന്നേ ദിവസം ഒപ്പിട്ട് കൊടുക്കുന്ന ലൈസൻസാണ് രാമരായ ഒപ്പ്. ഈ ഒപ്പിൻ്റെ അടിസ്ഥാനത്താണ് കൊടുക്കുന്നത്. എന്നിട്ടിപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്തെന്നാണ്? അയ്യോ, ജാതി പറയാൻ പാടില്ല. ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, വർഗമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പടവരുക. അപ്പം അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തടസ്സമായിട്ട് താങ്കൾ കാണുന്നത് എന്താണ്? ഈ കാരണം സമുദായത്തെ രാഷ്ട്രീയ പൂർണ്ണമായിട്ട് അധികാരം, ഉന്നമനത്തിലെത്തുന്നതിന് രാഷ്ട്രീയ തടസ്സം അധികാരം, രാഷ്ട്രീയ അധികാരം ഇന്ന് മതശക്തിയുടെ കയ്യിലായി. പണ്ട് അങ്ങനെയല്ല. പണ്ടെല്ലാം തന്നെ ആദർശ രാഷ്ട്രീയമാണ്. കാളപ്പെട്ടി, കുതിരപ്പെട്ടി, ആനപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് കോൺഗ്രസ്. അതിനകത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള പേരോ ജാതിയോ ഒന്നും നോക്കിയല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓരോ സമുദായവും ഓരോ പാർട്ടി ഉണ്ടായി. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതാണ്. ബിഷപ്പുമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ സംഘടനയായത് മാറി. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കൂട്ടായ്മ. അവരുടെ മതമേലധ്യക്ഷന്മാർ, ആത്മീയ നേതാവ് നയിക്കുന്ന മുസ്ലിങ്ങളുടെ സംഘടന. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ജനാധിപത്യം മരിച്ചുപോയി. മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഇവിടുത്തെ ആദർശ രാഷ്ട്രീയത്തിന് ഒരു വിലയില്ലാതെ വന്നു. ആദർശ രാഷ്ട്രീയമായിട്ടിരുന്ന ഇടതുപക്ഷം പോലും അവരുടെ ആദർശം പരപ്പുറത്ത് വെച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്, അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവരും കൂട്ടു നിൽക്കേണ്ടി വന്നു. അതായത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ആദർശ രാഷ്ട്രീയം ഇല്ല. അത് മുഴുവനുണ്ടെന്ന് എങ്ങനെ പറയാനൊക്കും? മുമ്പ് തള്ളി പറഞ്ഞ പലരും ഇപ്പോൾ അവരുടെ കൂടെ ഇല്ലേ? ആദർശ രാഷ്ട്രീയം ഇപ്പോൾ ആർക്കുണ്ടെന്ന് പറ? കോൺഗ്രസ് ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, അവർ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജാതിക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നാണോ അതെ, തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പിൽ ജാതിക്ക് പ്രാതിനിധ്യം കൊടുക്കാതെ ജയിക്കാൻ സാധിക്കില്ല എന്ന് വർത്തമാനകാലത്ത് അനുഭവങ്ങൾ തെളിച്ചുകൊണ്ടാണല്ലോ ഇടതുപക്ഷം ആണ് കുറേയെങ്കിലും പിടിച്ചു നിന്നത്. അവർക്കും പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല എന്നപ്പോൾ അവരും ചെറുതായി മാറി. നിങ്ങളൊന്ന് ആലോചിച്ചു, അരൂരാരാ പണ്ട് നിന്നത്? ചേർത്തല പണ്ട് നിന്ന് ആരാണ്? മാരാരിക്കുളം പണ്ട് നിന്ന് ആരാണ്? അമ്പലപ്പുഴ പണ്ട് നിന്ന് ആരാണ്? കായംകുളത്ത് നിന്ന് ആരാണ്? കുട്ടനാട് നിന്ന് ആരാണ്? ഇപ്പം നിൽക്കുന്ന ആരാ? നിന്ന വർഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? എന്തേ ഇല്ലാതെ പോയി? ഇതൊക്കെ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. താങ്കൾ തന്നെ പറയുന്നതല്ലേ നല്ലത്. ഒരു അതെ, ഞാനീ സത്യം പറയും. കാരണം എനിക്ക് വോട്ട് വേണ്ടായിരുന്നു. എനിക്ക് പാർലമെൻ്ററി മോഹം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയണത്. പാർലമെൻ്ററി മോഹമുള്ളവരിതെല്ലാം പറയാൻ സാധിക്കില്ല. താങ്കൾക്ക് പാർലമെന്ററി മോഹം ഇല്ല, ശരി, അധികാരമോഹം ഇല്ല. പക്ഷെ താങ്കൾ തന്നെ പറയുന്നു ഈ സമുദായത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ അധികാരത്തിന്റെ പിന്തുണ ആവശ്യമാണ്. അപ്പൊ എന്താണ് അവിടെ തടസ്സമെന്ന് താങ്കൾക്ക് പറയുന്നതിന് മറ്റു പ്രതിസന്ധികളില്ലല്ലോ. താങ്കളുടെ സമുദായത്തിന്റെ ആവശ്യമല്ലേ ഉന്നയിക്കുന്നത്? അതെ, ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ തരാൻ സാധിക്കാതെ പോകുന്നത് എന്താണ്? മറ്റു സമുദായങ്ങളുടെ ശക്തിയുടെ മുമ്പിൽ ഞങ്ങളുടെ ശക്തിക്ക് പ്രസക്തിയില്ലാതെ പോകുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് ഭരിച്ച സ്ഥലമാണ് ഇവിടെ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇവിടെ തകർത്തില്ലേ? എങ്ങനെ? ഒരു വിമോചന സമരത്തിൽ. ആ വിമോചന സമരം കഴിഞ്ഞിട്ട് ഇവിടെ ഭരണത്തിൽ വന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ വന്നത്. ജനാധിപത്യത്തെ ക്രൂശിച്ചിട്ട് ഇവിടെ വന്നതാരാണ്? മതാധിപത്യല്ല, നയിച്ചത് ആരാണ്? ആ നയിച്ചതിൻ്റെ ദുരന്തവും ദുഃഖവും പാർട്ടി മനസ്സിലാക്കിയപ്പോൾ അവരും ഇപ്പോൾ അടവ് നയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏത് പറഞ്ഞാലും ന്യൂനപക്ഷം, ഏതും പങ്കിടുമ്പോൾ ന്യൂനപക്ഷത്തിലാണ് ആദ്യം. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 10 വീട് വന്നാൽ അതിൽ 5 വീട് ആദ്യം ന്യൂനപക്ഷത്തിന് കൊടുക്കാൻ പറയും. ഇവിടെ കൊടുക്കാൻ ന്യൂനപക്ഷം ആളില്ലെങ്കിലും അവിടെ ഇട്ടേക്കാനാണ് പറയണത്. ഇവിടെ ന്യൂനപക്ഷത്തിന് എവിടെ വീടില്ലാത്തത്? അവരെല്ലാം സമ്പന്നരായില്ലേ? ന്യൂനപക്ഷങ്ങൾ ഇന്ന്
കേരളത്തിൽ സമ്പന്നരാണ്, ഭൂരിപക്ഷമാണ് ഇന്ന് താഴോട്ട് വരും. കീഴ്പോട്ട് പോയത്. നമ്മളിപ്പോൾ ഈ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലബാറിൽ SNDPയുടെ പ്രവർത്തനങ്ങൾ അധികം കുറച്ച് വീക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തുകൊണ്ടാണ് മലബാറിലേക്ക് ഒരു പ്രവർത്തനം വരാത്തത്? അതുപോലെ തന്നെ അത് നേരത്തെ CPM അവരുടെ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ശക്തിയുള്ള മേഖലയായതുകൊണ്ടാണ് അവിടെ SNDP വളരാത്തതെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതാണോ, അങ്ങനെയാണോ അത് കാര്യങ്ങൾ? ഒരു പരിധി ശരിയാണ്. ഈ മലബാർ മേഖലയിൽ ഞങ്ങളുടെ പ്രവൃത്തി വളരാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷിയും ഒരുപോലെയാണ്. BJP വിടുന്നുണ്ടോ? ഞങ്ങളുടെ കൊടിയത്രണം വരച്ച് ഇതുവരെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചും ഈ ഏറ്റവും ജാതിയുടെ പേര് പീഡനം കൂടുതൽ അനുഭവിച്ചത് തിരുക്കൊച്ചിയിലാണ്. മലബാർ പ്രദേശ് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ജാതിയുടെ പേരിൽ ഒരുപാട് വിവേചനങ്ങളൊന്നും മലബാർ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ജാതിയുടെ പീഡനങ്ങൾ ഏറെ അനുഭവിച്ച തിരുവിതാംകൂറുകാർക്കോ തിരുക്കൊച്ചിക്കാർക്കോ ഉണ്ടാകാവുന്ന വിചാരങ്ങളൊന്നും മലബാർ പ്രദേശത്തുകാർക്ക് ഉണ്ടാകുന്നില്ല. അവരെല്ലാം പാർട്ടിക്ക് അധിഷ്ഠിതമാണ്. ഞങ്ങൾ ഈ സീതാരണ പ്രസ്ഥാനം കൊണ്ട് അവിടെ ചെന്നാൽ അവർക്കത് വലിയ താല്പര്യമില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പം അഥവാ വല്ലതും താല്പര്യമുള്ള എങ്ങനെയെന്നറിയാവാം, ഇവിടുന്ന് കുടിയേറ്റക്കാരായ കുറേ സെറ്റിലേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാണ്. അല്ലാത്തവർക്ക് ആർക്കാണ് ഇഷ്ടം? ഒരു താല്പര്യമില്ല ഞങ്ങളോട്. അവിടെ അതിന് തീയരെന്നാണ് പറയണത്. തീയരെ ഈഴവരും തമ്മിൽ തല്ലിക്കാനാണ് പലരും നോക്കണത്. അപ്പം ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനി ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് അത്തരം കാര്യങ്ങൾ ചിന്തയിലില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പുറകോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിന് ശക്തിപ്പെടുത്താനല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കാനുള്ള അവസരം തരാൻ പറഞ്ഞാൽ തരുന്നില്ല. ബേസ് വേണ്ടേ? മലപ്പുറത്ത് ഒന്നുമില്ല, വയനാട് ഒന്നുമില്ല, കാസർഗോഡ് ഒന്നുമില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലും ഞങ്ങൾക്ക് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു ബേസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നാൽ അതിനെ ചുറ്റിപ്പറ്റി ഞങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നേറാമല്ലോ. അവിടെ പച്ചതപ്പിക്കില്ല, എന്ത് ചെയ്യാനാ? താങ്കൾ LDFന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ LDFനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം 9 വർഷമായിട്ട് അവരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പം അതിനുശേഷം അതിനുശേഷവും താങ്കളുടെ ആവശ്യം നിറവേറ്റാൻ, അത്തരം ആവശ്യങ്ങൾ അവതരിപ്പിക്കാനോ സാധിച്ചില്ലേ? ഞാൻ LDFനോട് ചേർന്ന് നിൽക്കുന്ന ആളല്ല, ശരിയുടെ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. എന്നെ LDF ആയിട്ടോ ചിലരുത് അന്ധൻ ആനയെ കണ്ട പോലെയാണ്. കുറേ നാൾ പറഞ്ഞു BJP ആണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞു, പലതാണ് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇതിൻ്റെ വാതിൽ 360 ദിവസമാണ് അച്യുതാനന്ദൻ കൊടി കുത്തിക്കൊണ്ട് എന്നോട് സമരം ചെയ്തത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കണം. അപ്പോൾ ഇഷ്യൂ ബേസിസ് ഓരോരുത്തരോടും സ്നേഹക്കുറവും ഞാൻ കാണിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഭാഗത്ത് ഞാൻ നിൽക്കും. അപ്പോൾ അത് ആർക്കിട്ട് ആണ് അത് കൊള്ളുന്നത് കൊള്ളാതിരിക്കുന്നതെന്ന് ഞാൻ നോക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും മുദ്ര കുത്തിയൊക്കെ എനിക്ക് കുറേ നാൾ പോകുന്ന നരേന്ദ്രമോദിയുടെ ആളാണ്, അവന് കേസ് കൊടുക്കാതിരിക്കാൻ. എന്താ? എനിക്ക് എല്ലാവരോടും അനുഭവമാണ്. അതുപോലൊന്നും പ്രശ്നാധിഷ്ഠിതമാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു തന്നില്ല എന്നുള്ള പ്രശ്നം എന്തുകൊണ്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടില്ല? അവർക്ക് അവതരിപ്പിച്ചു, എന്നിട്ട് സൊല്യൂഷൻ ഉണ്ടായില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നയരൂപീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. നയം ഉണ്ടാകുമ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കോളേജുകളിൽ കൂടുതൽ കോഴ്സുകൾ ചോദിച്ചോ? കുറച്ചൊക്കെ തന്നു പറയണേ. കോളേജുകൾ കോഴ്സൊക്കെ തന്നു. അതായത് ഇപ്പം പുതിയ കോളേജുകൾ അനുവദിച്ച് തരാത്തതിൽ പോലും പിണറായി മന്ത്രിസഭയോട് താങ്കൾക്ക് പരിഭവമില്ല? ഇനി ഞാൻ എന്തിനാണ് പരിഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, പിണറായി നമുക്ക് തള്ളാം, പിന്നെ കൊള്ളേണ്ടതാരെയാണ്? അവിടെ പറഞ്ഞ കോൺഗ്രസിനെ കൊള്ളാൻ പറ്റില്ലേ? കോൺഗ്രസ് ഇല്ലല്ല ഇവിടെ. ഇല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞത് അത് നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന വടിയുടെ ഊന്നിയല്ലേ ഇവിടെ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് ഇവിടെ എന്താ ഐഡൻറ്റിറ്റി? കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റി കേരളത്തിൽ പോയി. BJP കൊള്ളാൻ പറ്റുമോ? എന്താ BJP ഉൾക്കൊള്ളാനും? BJP അടുത്തങ്ങ് ഇവിടെ കേരളം ഭരിക്കാൻ പോകില്ല. ഇന്ത്യ അവർ ഭരിക്കും, ഇനിയും ഭരിക്കുന്നവരും. കേരളം അവർ ഭരിക്കാൻ പോകില്ല. കോൺഗ്രസ് ഒരാളെ ചേർക്കണമെങ്കിൽ പോലും മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടാണ് ചെയ്യണത്. ശ്രീ പിണറായി വിജയൻ താങ്കളെ കുറിച്ച് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നാണ്. ഒരു ധാരണയിലേക്ക് എത്താൻ, ഒരു ഒത്തുചേരലിലേക്കൊക്കെ വരാൻ അതിൻ്റെ ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ ഏത് ധാരണയുടെ പുറത്താണ്? ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളൊക്കെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയോ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുമില്ല. ഓരോന്നും കഥ ഉണ്ടാക്കിയല്ലേ ഒരാൾ. ചിലർ പറയും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാനത് പറയണത്.
എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ അപ്പൊ ആ പറയുന്നു. വിശേഷണം പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതുവരെ താങ്കളെ ആ രീതിയിൽ വിശേഷിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം എൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം അത് പറയാൻ നിർബന്ധനായതുകൊണ്ടാണ്. അതിന് അദ്ദേഹത്തിനല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണ് ചോദിക്കേണ്ടത്. ഞാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവനാണ്. എനിക്ക് രാഷ്ട്രീയ മോഹമില്ല. ബാക്കി പലർക്കും രാഷ്ട്രീയ മോഹമുണ്ട്. ആ മോഹം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എനിക്ക് ഇന്നത് വേണം, ബോർഡ് വേണം, ഒരു ആവശ്യം ഞാനിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, ചെയ്യത്തുമില്ല. എൻ്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാനും ഞാൻ തയ്യാറല്ല. പിന്നെ ശരിയെന്ന് തോന്നുമ്പോൾ ആ ശരി പറയണ്ടേ. ഇപ്പോൾ പിണറായി ഈ പറയുന്നതിന് എല്ലാത്തിൻ്റെ ഒരു സ്തുതിഗീത പാഠകരാണ് എന്ന് നിങ്ങൾ എൻ്റെ മുദ്ര കുത്തരുത്. അദ്ദേഹം തന്നെ ശരിയാണെന്ന് പറയണ്ടേ. അദ്ദേഹം തള്ളി വിചാരിച്ചു അപ്പോൾ കൊള്ളേണ്ടതാരെയാണ് നമ്മളിവിടെ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ അടങ്ങുന്ന വലിയ നേതാക്കളില്ലേ? രമേശ് ചെന്നിത്തല ഇപ്പോൾ കൊള്ളാവുന്നതാണ്. വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ആ മഹാനാണല്ലോ LDFിൻ്റെ ഐശ്വര്യം. താങ്കള് നേരത്തെ നിഷേധിച്ചെങ്കിൽ കൂടിയും ഇടത് അനുഭാവിയായിട്ട് അല്ലെങ്കിൽ സഹവർത്തിയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ മകൻ BJPക്ക് ഒപ്പവുമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇതൊരു ശരിയായി പോകുന്നത്? ഇതെങ്ങനെ ശരിയായി പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇടിക്കണമെന്നാണ് നിങ്ങളുടെ വിചാരം? അങ്ങനെയല്ല, ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിൽ ഒരു തർക്കവും ഇല്ലാതെ പോകുന്നു. അവരവരുടെ വഴിക്ക് പോകും. ഞാനും ഭാര്യയും പിള്ളേരും ഇവിടെ താമസം, വേറെ ആരുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഒരു പട്ടിയെ പോലും ഇവിടെ വളർത്തുന്നില്ല. ആർക്കും എപ്പോഴും പറയാൻ സംസാരിക്കുക. മകനും ഭാര്യയും താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അവരുടെ അഭിപ്രായത്തിന് പോകും, ഞാൻ എൻ്റെ അഭിപ്രായത്തിന് പോകും. അപ്പോഴും മകൻ BJPക്കൊപ്പം നിൽക്കുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അയാൾ BJP അല്ലേ, NDA, അവർ BDJS അല്ലേ, സഖ്യകക്ഷിയല്ലേ? സഖ്യകക്ഷി. അതുകൊണ്ട് BJP ആകുകയല്ല. അപ്പൊ അവരുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളല്ലേ? താങ്കൾ പിന്തുണയ്ക്കുന്നത് LDF ആശയങ്ങളെയാണ്. കാരണം ഞാൻ LDFിൻ്റെ നല്ല വശങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ. നരേന്ദ്രമോദിയെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി നല്ല മനുഷ്യരാണ്. അദ്ദേഹം ഇനി ഇന്ത്യ ഭരിക്കുമെന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ. ഇന്ത്യ ഭരിക്കാൻ മറ്റൊരാളിവിടെ ഉണ്ടോ എന്ന് പറ. അതേസമയം താങ്കൾ പറയുന്നത് പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിയാൽ വേറെ കൊള്ളാൻ ആരുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി കളയാൻ നമുക്ക് ആരുണ്ട് കൊള്ളാവുന്ന ആരുണ്ട്? ഒരു ഇടനിലക്കാരന്റെ റോളാണ് താങ്കൾ വഹിക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഇവിടെയുണ്ട്. കാണുന്നത് ഇടനിലക്കാരനായിട്ട് ഞാൻ ആരുടെയും ദല്ലാളല്ല, ആരുടെയും കമ്മീഷൻ മേടിക്കലില്ല. ഇവരാരുടെ ഇടയിലോ ഇവരുടെ എല്ലാം മുമ്പിൽ ചെന്ന് നിവേദനവും പരിദേവനവുമായിട്ട് നിങ്ങൾ എന്നെ കണ്ടു കാണുകയില്ല. ഒരു മന്ത്രിമാരുടെ ഈ പറഞ്ഞ മന്ത്രിമാരൊന്നും ഞാൻ ചെന്ന് ഇവർക്ക് മുമ്പിൽ നിന്ന് യാചിക്കുന്നതൊന്നും നിങ്ങൾ കണ്ടു കാണുകയില്ല. ഈ എൻ്റെ കാര്യമില്ല. ഞാൻ ഫുൾ ടൈം സമുദായ പ്രവർത്തനമാണ്. ആ സമുദായ പ്രവർത്തനം നടത്തി കൊണ്ടുപോകുമ്പോൾ പലർക്കും അസൂയുണ്ടിപ്പോൾ. സഹിക്കാൻ നിർത്തിയില്ല. ആന്റണി എന്നെ പറ്റി നല്ല പറഞ്ഞില്ല, അന്ന് ആന്റണിയെ പറ്റി പറഞ്ഞില്ല കുറ്റം. കൊള്ളാവുന്ന ആളെല്ലാം തന്നെ എന്നെ പറ്റി നല്ല പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം വല്ലതും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാനൊക്കെ. എന്നെ വല്ല കൾഷാപ്പ് വെച്ച് കണ്ടിട്ടുണ്ടോ? സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും? ഞാൻ ഫുൾ ടൈം സമുദായ പ്രവർത്തനം. സമുദായ രംഗത്ത് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ കൂടി താങ്കളൊരു അവിഭാജ്യ ഘടകമാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സമയവുമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? എന്ത് സംഭവിക്കുന്ന നമുക്ക് അല്പം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പറയല്ലേ നല്ലത്. ഇപ്പൊ 6 മാസമല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കിടപ്പ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, LDFിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവിൻ്റെ ആണ് LDFിൻ്റെ ഐശ്വര്യം. ഇവിടെ LDFിന് എന്ത് ചെയ്യാൻ, UDFിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അതായത് അങ്ങനെയാണെങ്കിൽ തുടർ ഭരണത്തിനുള്ള സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് താങ്കൾ കാണുന്നുണ്ട്? ഉണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ BJP വന്നതോടുകൂടി ആ BJPയുടെ കുറേ മോഹവും ഭാവവും ഒക്കെ കുറേയെല്ലാം മാറിയിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇന്നുള്ളതിനേക്കാൾ വോട്ട് ഷെയർ കൂടുമെന്നുള്ള കാര്യത്തിൽ എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. വോട്ട് ഷെയർ കൂടും. ഈ വോട്ട് ആരുടേതാണ്? ഒരു 5% ഇടതിൻ്റെ പോകുമെങ്കിൽ 20% പോകാൻ പോണത് UDFിൻ്റെ. എന്തുകൊണ്ട്? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോ? അങ്ങനെ വരുമ്പോൾ ആർക്കാർ ക്ഷീണം വരുന്നത്? അതായത് ഹൈന്ദവ വോട്ടുകളെ പിടിച്ചു നിർത്താൻ, അതാണല്ലോ BJPയിലേക്ക് പോകുന്ന വോട്ട് എന്ന് പറയുന്നത്, അത് കോൺഗ്രസിന് കഴിയില്ല എന്നാണ്. കോൺഗ്രസിന് എവിടെ കഴിയും? അപ്പോൾ എന്താണ് താങ്കൾ അതിൻ്റെ കാരണമായിട്ട് കാണുന്നത്? അത് കാരണം അവരുടെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ടായിരിക്കും. കാരണം കോൺഗ്രസിന് ഹൈന്ദവ വോട്ടുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അവരെ പിണക്കുന്ന എന്ത് പ്രവൃത്തിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? അവർ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ പുറകെ കിടക്കല്ലേ. ആ കാരണം കൊണ്ട് ഇത് കിട്ടില്ല. മുസ്ലിം ലീഗ് എന്ത് പറയുന്നു? ചാടിക്കളിക്കടാ കുഞ്ഞിരാമെന്ന് പറയുമ്പോൾ കുഞ്ഞിരാമൻ കളിക്കല്ലേ അവർ. ഒന്ന് ആലോചിച്ച് നോക്കും. പാവം ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ പോലും മലപ്പുറത്തല്ലേ പ്രഖ്യാപിച്ച മന്ത്രിമാരാ വകുപ്പും.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ സംഭവിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അപ്രമാദത്തെ എവിടം വരെ എത്തി. വകുപ്പും മന്ത്രിയൊക്കെ കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നോക്കുത്തിയാക്കി ഇരുത്തിക്കൊണ്ട് മലപ്പുറത്ത് വകുപ്പ് എന്തൊക്കെയുണ്ട്, വരുമാനമുള്ളതും നല്ല നിലവാരമുള്ളതും മജായുള്ളതും എല്ലാം എടുത്തുകൊണ്ട് പോയില്ലേ. ആർക്കും മിണ്ടാനുള്ള ശക്തി ഇവിടെ കോൺഗ്രസിനുണ്ടോ? നിലവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രതിച്ഛായ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പം കാരണം നിലവിൽ വരുന്ന വാർത്തകളെല്ലാം സർക്കാരിനും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ അദ്ദേഹത്തിനും എതിരായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയവുമാണ്. അപ്പം ഈ ഒരു സമയത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വരുമ്പോഴേക്കും ആ പ്രതിച്ഛായ അവർക്ക് മിനുക്കിയെടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ പിണറായി വിജയൻ ഇനി മത്സരിക്കേണ്ടതുണ്ടോ, മാറി നിൽക്കേണ്ടതുണ്ടോ? പിണറായി വിജയൻ മാറി നിന്നാലുണ്ടല്ലോ പൂജ്യമായി പോകും. ഇടതുപക്ഷത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് നിന്ന് ഇടതുപക്ഷത്തെ നയിക്കാൻ പിണറായിക്ക് സമമായിട്ട് പിണറായി അല്ലാതെ ഒരൊറ്റ ആളുമില്ല. അതായത് പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നാണ്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നിലവിലുള്ള ഒന്നും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിയിട്ടില്ല എന്നാണോ? അതൊക്കെ താൽക്കാലികമായി ഇങ്ങനെ ഓരോരുത്തരും പത്രമാധ്യമങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇതെല്ലാം പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ യുവതീ പ്രവേശനം സംബന്ധിച്ച് എന്തെല്ലാം കുഴപ്പമുണ്ടായിരുന്നാണ്. ആ പ്രതിച്ഛായ നശിച്ചു കിടന്ന സമയത്തല്ലേ ഇവിടെ ഇലക്ഷൻ നടന്നപ്പോൾ 99 സീറ്റോട് ജയിച്ചില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ലീഡറാണ്. പിണറായി മാറിയാൽ പിന്നെ എല്ലാവരും ലീഡറാകും. അതായത് അദ്ദേഹത്തിന് പകരം വെക്കാൻ CPM വേറെ ആരില്ല. സബ്സ്റ്റിറ്റ്യൂട്ടാക്കി വെക്കാനൊക്കുന്ന ഇതുപോലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ശക്തമായൊരു അഡ്മിനിസ്ട്രേറ്റർ എന്നതിൽ ഭരണം നടത്താൻ കഴിവുള്ള ഒരു പാർട്ടി മെമ്പർമാർ പോലും ഞാനിപ്പോൾ അതിനകത്ത് കാണുന്നില്ല. അദ്ദേഹം മാറി നിൽക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഒരിക്കൽ മാറി നിന്ന് പോയിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം മാറിക്കൊണ്ട് ഇവിടെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയാലുണ്ടല്ല 24 മണിക്കൂറിനുള്ളിൽ അടിച്ചു വരും. അതായത് അദ്ദേഹം തന്നെ നയിക്കണം, അദ്ദേഹം തന്നെ ഭരണം കിട്ടിയാൽ ഭരിക്കുകയും വേണം. തീർച്ചയായും അദ്ദേഹം തന്നെ ഭരിക്കണം, അദ്ദേഹം തന്നെ നയിക്കണം. അതിനുള്ള കഴിവുള്ളത് കൊണ്ട് രണ്ട് ടൈം ഭരിച്ചില്ല കുഞ്ഞ്. മൂന്നാം ടൈമിലും ഭരിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കാര്യം നീങ്ങുന്നുവെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ പിണറായിയുടെ കഴിവ് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ടോ? പകരം വെക്കാൻ ആളില്ല. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സമുദായത്തിന്റെ പ്രാതിനിധ്യം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വം വരുമ്പം കുറവാണെന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാമുദായിക സ്ഥാനാർത്ഥി എന്നുള്ളതിനാണോ പരിഗണന കൊടുക്കുക, അതല്ല LDF നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ? അതും വേണം. സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണം. കാരണം ഈഴവ സമുദായത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടത് വലത് പാർട്ടികൾ കൊടുക്കുന്നില്ല. ഇവിടുത്തെ പങ്കിടുമ്പോൾ ഞങ്ങളെല്ലാം വെട്ടിനിർത്തി പോകുന്നു. അത് പാടില്ല. അത് ഇടതായാലും കൊള്ളാം, വലതായാലും കൊള്ളാം. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയേണ്ടത്. കോൺഗ്രസിൽ ഒരു ഇഴവ സ്ഥാനാർത്ഥി വന്നാൽ LDFനും ഇഴവ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ 2 സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുമെന്നാണോ, അതല്ല LDF നിർത്തുന്ന ഇഴവ സ്ഥാനാർത്ഥികളെ കൂടി പിന്തുണച്ച് LDFന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതാണോ? അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇപ്പോൾ പറയണത് ശരിയാണ്. പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ അതുകൊണ്ട് ആരെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കാൻ സാധിക്കില്ല. അതല്ല സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി ആഹ്വാനം ചെയ്തതുകൊണ്ട് മാത്രം ഇട വോട്ടുകൾ മുഴുവനായിട്ടും LDFിലേക്ക് വരുക, അങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ ഒരു സമുദായ നേതാവ് പറഞ്ഞാലും ആ സമുദായത്തിൽപ്പെട്ട ആളുടെ വോട്ടെല്ലാം സമുദായ നേതാവ് പറയുന്നതനുസരിച്ച് പോൾ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും നടക്കില്ല. താങ്കളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. പക്ഷെ പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം ഈ ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ കാര്യം വന്നപ്പോഴും അതേപോലെ തന്നെ രാജ്യസഭാ സീറ്റിലേക്കുള്ള നോമിനേഷൻ സംബന്ധിച്ച് വന്നപ്പോഴൊക്കെ താങ്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ വളരെ കണിശമായിട്ട് എതിർത്തത് അദ്ദേഹവുമാണ്. അപ്പം എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ആ ബന്ധം വഷളാവുന്നത്? കാരണം കുഞ്ഞാലിക്കുട്ടി സത്യം പോലെ പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ എന്നെ ക്ഷണിച്ചു. നമ്മൾ ഒന്നിച്ചു നിന്ന് പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംവരണ സമുദായ മുന്നണിയെന്നും പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു. ഇടതുപക്ഷത്തെ താഴെ ഇറക്കി UDF ഭരണത്തിൽ വരുമ്പോൾ എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധം ഇപ്പം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തെറ്റൊക്കെ തിരുത്തി നമുക്കിനി മുമ്പോട്ട് പോകാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് യോജിച്ച് പോകണം. അതുകൊണ്ട് നമ്മളുമായിട്ട് സഹകരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞേ ഇനി അത് കൂട്ടണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ചതിക്കപ്പെടും എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അവർ പറഞ്ഞ ഒറ്റ കാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സമുദായത്തോട് മുസ്ലിം ലീഗ് കാണിച്ച് വഞ്ചനയാണ്.
ഇനി ഈ സമുദായത്തെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സമുദായം എന്നെ പഠിച്ചു താഴെയിടും. പറഞ്ഞ ഒരു കാര്യം നടന്നില്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവരുടെ കാര്യം സാധിച്ചു. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റ് കുറവുള്ള നമുക്ക് പരിഹാരം തന്നില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തുമാത്രം അവർ കൊണ്ടുപോയി. മലപ്പുറത്ത് ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് പോലും തന്നില്ല. ഇപ്പോൾ സ്നേഹമായിട്ട് വരുമ്പോൾ ആ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങാൻ പോയാൽ ചതിവ് ജന്തുവായി ആ സ്നേഹം ഭരണം കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമല്ലേ ആണ് അന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ചർച്ചയ്ക്ക് വന്നാൽ കൂടെ കൂടുവോ? ഈ ആരോടും എപ്പോഴും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ കൂടുവോ? കൂടെ കൂടുകയില്ല. അവർ കാണിച്ചത് എന്താണ്? എന്നെ മാത്രം ടാർഗറ്റ് ഇത്ര എതിർക്കേണ്ട കാര്യം എന്താണ്? 3 കാര്യത്തിൽ എതിർത്തില്ല അവർ. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം ലീഗും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച്. അപ്പോൾ മുസ്ലിം സമുദായത്തെ ഞാൻ തള്ളി പറഞ്ഞില്ല. അപ്പോൾ അവർ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പൊ പക്ഷെ അവര് ഭരണമാറ്റവും മന്ത്രിസ്ഥാനവും ഒക്കെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആകട്ടെ അടുത്ത് ഞാൻ നായി ജയിക്കാനായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞ് അടുത്തെല്ലാം ജന്മം കുറിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴേ കുറയ്ക്കണം. അത് അങ്ങനെയൊന്നും എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ നാളെ മന്ത്രിയാകട്ടെ, രാജാവാകട്ടെ, രാജ്ഞിയാകട്ടെ, അതുകൊണ്ട് പറഞ്ഞതെല്ലാം പറഞ്ഞു തന്നെ പറഞ്ഞു മാറുന്ന പ്രശ്നമില്ല. ഇനി ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ഇല്ല. സമവായം അവർ വന്ന് മാന്യമായിട്ട് ഇതിനോട് സംസാരിച്ചാൽ അവർ ചെയ്തതെല്ലാം ശരിയാണോ ഇല്ലെന്നൊരു ഒന്ന് മുഖാമുഖം സംസാരിക്കാനൊരു അവസരത്തിന് വരട്ടെ, ഞാൻ ചോദിക്കാം, അവർ പറയട്ടെ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ തെറ്റുമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. അവർ ചെയ്തതും പ്രവർത്തിച്ചതിനകത്തും ചെതിയും വന്നിട്ടുണ്ടെങ്കിൽ അവരും പറയാം മാപ്പ്. എന്നിട്ട് ആ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താം. സഖ്യത്തിലേക്ക് ഇനി ഉണ്ടോ? സഖ്യത്തിലേക്കില്ല, അത് വേണ്ട, വേണ്ട, വേണ്ട. അത് ദോഷം ചെയ്യും. ദോഷം ചെയ്യും. കാരണം ഒരു ഗുണവും ഇത്രയും കൊല്ലം ഉണ്ടായിട്ടുണ്ടാ. ഇനി ആ സഖ്യം പറഞ്ഞ് ഞാൻ എൻ്റെ സമുദായം എന്നെ വഴിട്ടടിക്കും. ഞാൻ വിചാരിച്ചാൽ പോലും എൻ്റെ സമുദായം ഉൾക്കൊള്ളുകയില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ വിമർശിക്കുമ്പോൾ അത് കൊള്ളുന്നത് ആ സമുദായത്തിനു കൂടി അല്ലേ? അല്ല, അതവർ വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? മുസ്ലിം സമുദായത്തിലെ സമ്പന്നരുടെ പാർട്ടിയാണത്. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആർക്കാണ് കൊടുത്തത്? മുസ്ലിം ലീഗിനാണ് കൊടുത്തത്. മുസ്ലിം സമുദായത്തിലെ സമ്പന്നർക്കാണ് കൊടുത്തിരിക്കുന്നത്, MBSനല്ല കൊടുത്തിരിക്കുന്നത്. അവർ കൊടുക്കുന്നത് എല്ലാം മുസ്ലിം സമുദായത്തിലെ സമ്പന്നരാണ്. നിങ്ങൾ നോക്കൂ, ഇത് മലബാർ പാർട്ടിയാണ്. ഈ മുസ്ലിം ലീഗ് തിരുക്കൊച്ചിയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്ത് കൊടുക്കുന്നുണ്ട്? കാരണം അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് സമ്പന്നരാണ്. ഇതേ ചോദ്യമാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. മലബാറിൽ ഈഴവ സമുദായത്തിന് വേണ്ടി SNDP എന്ത് ചെയ്തു? അല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. ഇവരുടെ കൂടെ കൂടി എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ തന്നോ? അതല്ല ചോദിച്ചോ. മലപ്പുറത്ത് എന്ത് തന്നു? വയനാട് എന്ത് തന്നു? കാസർഗോഡ് എന്ത് തന്നു? ഇവരുടെ കൂടെ കൂടിയത് എന്തിനാണ്? ഈ ജനാധിപത്യ പ്രക്രിയയിലേക്കൊക്കെ വരുമ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം അവിടെ കൂടുന്നതിൽ താങ്കൾക്ക് അസഹിഷ്ണുതയുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം ന്യൂനപക്ഷത്തിന് അസഹിഷ്ണുണ്ടെന്ന് പറഞ്ഞാൽ അവരെണ്ണം വർദ്ധിക്കുന്നു. മലബാർ സീറ്റ് കൂടുമ്പോൾ എന്താണ് ഇവിടെ സീറ്റ് കുറയണത്? അപ്പോൾ ഈ സീറ്റ് കൂടി എവിടെ കൊണ്ട് എത്തുന്നത്? സാമൂഹ്യ നീതി നടപ്പാക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മുസ്ലിമിന് ന്യായം കിട്ടണം, ക്രിസ്ത്യാനിക്ക് കിട്ടണം, നായർക്ക് കിട്ടണം, പുലയനും കിട്ടണം, പറയനും കിട്ടണം. ഇപ്പോൾ ഇല്ലാത്തവന് പിന്നെ ഇല്ലാതാകുകയും ഉള്ളവൻ പന പോലെ വളരുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. അത് പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അസഹിഷ്ണുത വരാൻ കാരണം. അതായത് ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ ഭൂരിപക്ഷത്തെയും പരിഗണിക്കണമെന്നാണ് താങ്കളുടെ ആവശ്യം. അപ്പോൾ ആ ഒരു ഡിമാൻഡ് താങ്കൾ മുന്നോട്ട് വെച്ചിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? ഇന്നല്ലെങ്കിൽ നാളെ പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടല്ല BJP വളർന്നത്. അതായത് താങ്കളുടെ ഈ ആവശ്യം പരിഗണിക്കാത്തത് കൊണ്ടാണ് BJPക്ക് ഇവിടെ കൂടുതൽ പേരോട്ടം. കാരണം BJPയുടെ ബേസ് എന്താണ്? അവർ മുസ്ലിം വിരോധം അവർക്കുണ്ടെന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. അവിടെ ഈ BJPയിലേക്ക് ആൾ കയറാൻ കാര്യം തന്നെ എന്താണ്? ഈ ഇൻബാലൻസിങ് ഇവിടെ മാറണമെങ്കിൽ BJPയെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്ന കുറേ വിഭാഗം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് ആളോടികൾ കയറുന്നത്. അപ്പം LDFന്റെ ഇതുവരെയുള്ള നയങ്ങൾക്കൊക്കെ എതിരായിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നത്? അതൊരു കാര്യം. LDF ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഉൾപ്പെടെ എടുത്ത മുൻനിലപാട് തിരുത്തിയിട്ട് പോലുമില്ല. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്? നിങ്ങൾ വാസ്തവത്തിൽ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? തിരുത്തി എന്നുള്ളത് തെളിവ് തന്നെയല്ലേ. ആഗോള ഈ സ്ത്രീ പ്രവേശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 4-5 കൊല്ലമായില്ലേ? അത് കഴിഞ്ഞിട്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഇടതുപക്ഷം പോയോ? അങ്ങനെ ഒരു നിലപാട് തിരുത്തതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ് പ്രവർത്തിച്ചില്ലേ? പറഞ്ഞ് നെറ്റിക്കൊട്ടിച്ച് ഇറങ്ങണം. അത് ഭയം കൊണ്ടല്ലേ? അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അവർ ആ പ്രവൃത്തി പിന്നെ ചെയ്തോ?
പിന്നെ നിങ്ങൾ ചെയ്യുകയും വേണം ഏത്തയിടുകയും വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുമാതിരി മനസ്സ് ശുദ്ധിയില്ല നിങ്ങൾക്ക് ആർക്കും. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നോക്ക്, ആര് പറഞ്ഞൊന്നും നോക്കാതെ പറഞ്ഞത് എന്താണെന്ന് നോക്കിയിട്ട് അതിന് മറുപടി പറയാം. അവർ തെറ്റാണ് കാണിച്ചത്, സ്ത്രീ പ്രവേശനം. അതുകൊണ്ടാണല്ലോ അടുത്ത കൊല്ലം വന്നിട്ട് പിന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നില്ലല്ലോ. അതായത് തെറ്റ് തിരുത്തി, തെറ്റ് തിരുത്തിയൊന്നും തെളിവല്ലേ പിന്നെ കൊണ്ടുവരായിരുന്നത് തന്നെ. അത് ഭയന്നിട്ടുള്ള തിരുത്തലല്ലേ? ബഹുജനത്തെ ഭയന്നുകൊണ്ട് തന്നെ ആയിരിക്കും. ജനാഭിപ്രായ പ്രായം എന്ന് പറഞ്ഞാൽ അത് ഭയമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ തുറന്ന് സമ്മതിക്കാൻ അവർക്ക് എന്താ മടി? അത് അവരോട് ചോദിക്കണം. ആ സമ്മതിക്കണ്ടല്ല, അവർ പ്രവർത്തിച്ച് കാണിച്ചതെന്നല്ലേ. അവരിങ്ങനെ ഇടണമെന്ന് ഇത്ര നിർബന്ധം എന്താ നിങ്ങൾക്ക്? വളരെ കൊട്ടിഘോഷിച്ചാണ് അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുപോയത്. അത് പരാജയമാണെന്ന് ബോധ്യപ്പെട്ടില്ല, അടുത്ത കൊല്ലം കൊണ്ടുപോയില്ലല്ലോ. ആ കൊണ്ടുപോയില്ല, അതിന് ശിക്ഷയും കൊണ്ടുപോയില്ല. ആ കൊണ്ടുപോകാത്രത്തുള്ള ഫലം അത് പരാജയമായ ദൗത്യമായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ആ ബോധ്യപ്പെട്ട കാര്യം പിന്നീട് പ്രവർത്തിച്ചും കാണിച്ചു. അത് പിന്നെ എന്തിനാണ് രണ്ടാമത് ഏത്തയിടണമെന്ന് പറയുന്നത്? എന്താ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ തെറ്റുതിരുത്തലാണ് അയ്യപ്പ സംഗമം. അത് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പ്രസക്തി ലോകത്തിന് നെറുകയിൽ എത്തിക്കുക. ഇപ്പോഴും ലോകത്തിന് നെറുകയിലുണ്ട്. നിങ്ങൾ 1251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അതിൽ 51 ക്ഷേത്രങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി സ്വയം പര്യാപ്തമുള്ളത്. ബാക്കിയെല്ലാം പട്ടിണിയിലാണ്. ഇതിന് പരിഹാരം ഉണ്ടാകണ്ടേ? ചുമ്മാ ആദർശം പറഞ്ഞ് നടന്നാൽ മതിയാ. അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പണം ഉണ്ടാകണം. കൊറോണ പീരീഡ് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, തെണ്ടിപ്പോയില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സർക്കാർ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ ശമ്പളം കിട്ടിയത്. അത് മാറണമെങ്കിൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയാലും എന്ത് സംഗമം നടത്തിയാലും അയ്യപ്പൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ സമ്പത്ത് വരുത്തി ഇത് സ്വയം പര്യാപ്തതയിലെത്തിക്കാനും വികസനം ഇവിടെ നിർത്താനും ഭക്തർക്ക് അവിടെ ഭംഗിയായിട്ട് വരാനും പോകാനും എന്നിട്ട് ഗണവന്മാർക്ക് നല്ല റോപ്പ് വഴി വന്ന് അവിടെ ചെന്ന് തൊഴുതു പോകാനും ഒക്കെ ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ഗവൺമെൻറ് നടത്തുമ്പോൾ പണ്ടെങ്ങാണ്ട് എന്തോ ചെയ്തു അതിന് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല ശ്രമത്തെ പൊറോട്ടടിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഈ നല്ല ശ്രമമായി വരുമ്പോൾ അതിന് നമ്മളെല്ലാം പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കുകയാണ് വേണ്ടത്. ആ നിലയ്ക്കാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് കൊണ്ട് അന്ന് കൈവിട്ടു പോയ ഭൂരിപക്ഷ വോട്ടിന് തിരിച്ചു കിട്ടുമോ? അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ഇതൊക്കെ പോയ ശേഷം 99 വോട്ട് സീറ്റിട്ട് ജയിച്ചവർ കാര്യമായി യേശുവില്ലെന്നുള്ള മനസ്സിലായില്ലേ. ഒരുപാട് പ്രസിഡന്റ് വന്നല്ലോ. ഇടതുപക്ഷം 99 സീറ്റ് മേടിച്ചാൽ കുഞ്ഞെ അത്തരം പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ടോ? NSS വരെ ഇപ്പോൾ ചേർന്നില്ലേ? NSS അന്ന് എന്ത് കത്തിച്ചവരല്ലേ. ആ NSS വരെ ഈ സംഗമത്തിനോട് യോജിച്ചില്ലേ? ആരാണ് സംഗമത്തിൽ യോജിക്കാതുള്ളത്? കോൺഗ്രസും BJP യോജിക്കുന്നില്ലല്ലോ. കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഷണ്ണന്മാരെ കൂട്ട് നിൽക്കല്ലേ. എന്തെങ്കിലും ഒന്നെങ്കിൽ പറ, എനിക്ക് ഞങ്ങൾ ചേരുന്നില്ല, അല്ലെങ്കിൽ ചേരുന്നെന്ന് പറ. ഇതൊന്നും പറയാതെ നിൽക്കരുത്. BJP യോജിക്കുന്നില്ലല്ലോ. BJP യോജിക്കുന്നില്ല. പക്ഷെ അവർ യോജിക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൂടെ വന്നിരുന്നു. അവർ സംബന്ധിച്ച് അവർക്ക് വിയോജിപ്പൊന്നുമില്ല, നല്ലത് തന്നെ. ഈ സംഗമത്തിന് അവരെതിരുമല്ല. അവരൊന്നേ പറഞ്ഞത് ആ കേസുകളെല്ലാം ഒന്ന് പിൻവലിക്കണം. ആ കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നവനാണ്. പിൻവലിക്കണം. കാരണം അറിഞ്ഞും അറിയാതെയും പലരും പോയി അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് നിരപരാധികൾ. ആ കേസ് പിൻവലിക്കണം എന്നുള്ളതേ അവർക്ക് പ്രധാന ഡിമാൻഡുള്ളത്. അല്ല വേറെ വലിയ ഡിമാൻഡില്ല. ഈ നടക്കുന്ന സംഗമം നടക്കട്ടെ, നല്ലത് തന്നെ, അതിന് എതിരല്ല എന്ന് അതിന് ബന്ധപ്പെട്ട ചില ആളുകളിലൂടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ ഒരു ന്യൂനപക്ഷ പ്രീണനം അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വലിയ ചർച്ചയായിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? LDFിന് ന്യൂനപക്ഷ പ്രീണനം ഉണ്ട് എന്നുള്ളത്? LDFിന് ന്യൂനപക്ഷ പ്രീണനം ഉണ്ട് എന്നൊരു നിരീക്ഷണം നേരത്തെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞോ? ഇപ്പോൾ കുറച്ച് ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്തായിരിക്കും? കാരണം കൂടെ നടന്നിട്ട് ഒരു പ്രയോജനമില്ലാന്നുണ്ട്. എരണ്ട വെള്ളത്തോടെ ചേരുവെന്ന് ഇടതുപക്ഷത്തിന് ഇപ്പോൾ മനസ്സിലായി. കാര്യം മനസ്സിലാകാൻ അല്പം തിരിച്ചറിവുണ്ടാകാൻ അല്പം വൈകിപ്പോയി. വൈകിയെങ്കിലും ആ കാര്യത്തിൽ വിവേചനം. കാരണം കാന്തപുരം കിന്തപുരം എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പലരും ഉണ്ടാ എരണ്ട വെള്ളത്തോട് തന്നെയാണ്. അതായത് വൈകിയ വിവേചനം വന്നു എന്നാണ് സർക്കാർ. LDFിന് അവർക്ക് അവരെ പ്രീണിപ്പിച്ചും സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും നടന്നിട്ടും ഇടതുപക്ഷത്തിന് വേണ്ടാത്ത ഗുണം കിട്ടിയില്ല എന്ന് ഇടതുപക്ഷത്തിന് ചിന്തയുണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് അർഹതമായിട്ടേക്കാൾ കൂടുതൽ
പ്രോത്സാഹനം ഇടതുപക്ഷം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലുള്ള പ്രതിഷേധം ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. മനസ്സിലായി. ഡി സതീശനുമായിട്ട് താങ്കൾക്ക് നേരത്തെ നല്ല ബന്ധമൊക്കെ ആയിരുന്നു? പിന്നെ നല്ല സ്നേഹമായിരുന്നു. നല്ല സ്നേഹബന്ധമായിരുന്നു. പിന്നെ ഇപ്പൊ പക്ഷെ ഒരു പരസ്യമായ പോരിലേക്കാണ് രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ധാരണയ്ക്ക് ഒരു തെറ്റ് വന്നത്? ധാരണ കുറിച്ചൊന്നുമില്ലെന്നേ. ഡി സതീശൻ നല്ല ഒരു MLA ആയിരുന്നു. ഈ പ്രതിപക്ഷ നേതാവായപ്പോൾ പുള്ളി ആരോ ആണെന്നൊരു തോന്നൽ കയറി. അഹംഭാവം. ആർക്ക് അഹംഭാവം കയറിയാലും അത് വിനാശകാലേ വിപരീത ബുദ്ധി. പൊതുപ്രവർത്തനം എപ്പോഴും വിനയമാണ് വേണ്ടത്. വളഞ്ഞ് വിനയമായി നിൽക്കണം. നെളിഞ്ഞാലുണ്ടോ ഒടിഞ്ഞു പോകും. ഇവിടെ എത്ര പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും വിരൽ ചൂണ്ടി ധിക്കാരപരമായിട്ട് പരപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം ധിക്കാരിയാണ്. ധിക്കാരമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്. വിചാരം അടുത്ത മുഖ്യമന്ത്രിക്കുള്ള റിഹേഴ്സലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശൻ അതിനുള്ള മെയ്വഴക്കം ഇല്ലപ്പോൾ. അതിനെയൊക്കെ ഇപ്പോൾ സെൻറ്ററിലിരിക്കുന്ന വേണുഗോപാൽ, ഇയാളെയൊക്കെ എത്രയോ വലിയവരാണ്, വളവീഴ്ചുണ്ട്, വലിയ നിലനിൽക്കുന്നു. അവരൊന്നും ഇതുപോലുള്ള വർത്തമാനം പറയാറുണ്ടോ? മറ്റൊന്ന് രമേശ് ചെന്നിത്തല വളരെ സീനിയറല്ലേ. പുള്ളിക്ക് സമയം നല്ലതല്ലിരിക്കാം. ഈ അവരുടെ വായനൊന്നും ഇങ്ങനെയൊന്നും വരുന്നുണ്ടോ? അവർക്കെല്ലാം ഇരുത്തം വന്ന നേതാക്കന്മാരാണ്. ഇത് ഇന്നലെ തളർത്ത തകരയാണ്. ഇങ്ങനെ ദിവസം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 2 മാർക്ക്. 2 മാർക്ക് തന്നെ കഷ്ടിച്ചു കൊടുക്കാനുള്ള നിലവാരമുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പിഴവായിട്ട് കാണുന്നത്? പിഴവ് നല്ലതാണെന്ന് പറ. ആരെങ്കിലും പറ്റിയൊരു പരപക്ഷ ബഹുമാനത്തോട് സംസാരിക്കാറുണ്ടോ? പ്രായമുള്ളവരോട് പോലും വളരെ ധിക്കാരമായിട്ടും അങ്ങനമായിട്ടും അല്ലേ സംസാരിക്കുന്നത്. അനുയായികളെ കൂടെ നിർത്താൻ സാധിക്കുന്നുണ്ടോ? KPCC പ്രസിഡൻറ്റ് ഒന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഇദ്ദേഹം അതിന് എതിര് പറയല്ല ഞാൻ കണ്ടത്. ഒക്കെ മറന്നുപോയതല്ല. ഇതാണ് ആ ഒരു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ നയിക്കുന്നില്ലേ? എവിടെ നയിക്കുന്നു? പുള്ളി പറഞ്ഞാൽ ആരും കേൾക്കുന്നു? അങ്ങനെ കേൾക്കുമെങ്കിൽ മാങ്കൂട്ടം വന്നിരുന്നു വരികയെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവെന്നൊരു ബിഗ് സീറോ അല്ലേ അങ്ങനെ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വില ഇല്ലാത്തൊരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ വിലയില്ലാന്ന് ഗ്രാഫ് താഴെയാണെന്നുള്ളത് തെളിഞ്ഞില്ലേ? മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇല്ലെങ്കിൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്ന് താങ്കൾ പലതവണയായിട്ട് ഇപ്പോൾ പറഞ്ഞു. കോൺഗ്രസിന് അങ്ങനെ ഒരു അസ്തിത്വ പ്രശ്നം ഉണ്ടോ? ഉണ്ടല്ലോ. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് എത്ര പാർട്ടി കോൺഗ്രസ് ഇവിടെ ജയിക്കാനൊക്കെ പറ. ഈ കോൺഗ്രസിനകത്ത് ഇവിടെ എങ്ങനെയാണ്? കുറേ BJP പോയില്ലേ, കുറേ കേരള കോൺഗ്രസ് പോയില്ലേ, പിന്നെ കുറേ പഴയ ആടനടികൾ മാത്രമല്ലേ ഉള്ളൂ. ഇവർക്ക് വോട്ട് ചെയ്യാൻ ആരാ വോട്ട് ചെയ്യണം? ലീഗിൻ്റെ കൂടെ വോട്ട് ചെയ്യാതെ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ടല്ല എന്ത് പറഞ്ഞാലും അവിടുന്ന് വടക്ക് മലപ്പുറത്ത് നിന്ന് പറയുന്നതനുസരിച്ച് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ അതനുസരിച്ച് പറയല്ലേ. എന്നെ തണ്ടെന്ന് പറയാൻ പറയുമ്പോൾ 4 പറഞ്ഞേക്കല്ലേ. ആ വടി ലീഗ് എന്ന വടി ഇല്ലെങ്കിൽ കോൺഗ്രസ് നേരെ നിൽക്കാനൊക്കത്തില്ല, ഒടിഞ്ഞു പോകും. ഇവിടുത്തെ ഈ മതശക്തികളെയും ഇവരുടെ അഹങ്കാരം തീരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നാണ്. ഒന്നാലേ ഇവരുടെ എല്ലാം തണ്ടവസാനിക്കും. മുസ്ലിം ലീഗ് ഒക്കെ പുറത്താവില്ലേ? ആ പുറത്താകണമല്ല. KPCC ഈടെ വരെ തഴയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസ്സിലെന്ന് പറയുന്നത് ഈഴവൻ അന്യം നിന്നിരിക്കല്ലേ. കോൺഗ്രസ്സിൽ ഒരു കാരണവശാലും ഈഴവനെ അവർ വളർത്തുന്നവരല്ല. ശങ്കറിന് ശേഷം ഒരാളെപ്പോലും വന്നാൽ ഇവരാരും ഈഴവനെ വളർത്തിയിട്ടില്ല. തച്ചടി പ്രഭാകരൻ ഉണ്ടായിരുന്നു. തച്ചടിക്ക് ശേഷം വേറെ ഇവിടെ ആരെങ്കിലും വളർത്തി? ആലപ്പുഴയിൽ ഇവിടെ നിൽക്കുന്നവരാരാണ് ഇവിടെ ഉള്ളത്? ആലപ്പുഴ ജില്ലയിൽ പോലും ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായിട്ട് KPCCയുടെ DCC പ്രസിഡൻ്റ് ആരെങ്കിലും നിർത്താറുണ്ടോ? ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ നിർത്തുന്നത് എല്ലാം കോൺഗ്രസ്സുകാർ നിർത്തുന്ന ആരെയാണ്? അരൂരും കൂടെ നിർത്തിയത് മുസ്ലിമിനെല്ലാം നിർത്തിയത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈഴവർക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അടൂർ പ്രകാശനെ കൊണ്ട് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. MLA-മാരുടെ ഒറ്റാളില്ലല്ലോ, ബാബു മാത്രമല്ല. ആ ബാബുവിനെ വരെ ഇനി കളയും. പിന്നെ ഇവരാര് നിർത്തും? നിന്നാളില്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് ബാബു നിന്ന് സീറ്റ് ആർക്ക് കൊടുത്തു? നേരത്തെ നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ആ MP ആയിട്ട് നിന്ന അദ്ദേഹം നിന്ന പാർട്ടി കൊണ്ടല്ലേ
ചാക്കോയൊക്കെ വിളിച്ചു കൊടുത്തില്ലേ? ഈഴവൻ നിന്ന് പല നിയോജക മണ്ഡലത്തിലെ MP സീറ്റ് വരും. അവർ മറ്റ് സമുദായങ്ങളിലെ ഈ കോൺഗ്രസ്സുകാരെടുത്തു കൊടുത്തത്. അങ്ങനെ കോൺഗ്രസ്സുകാർ ഈഴവനെ ഒതുക്കി എന്നുള്ളതാണ് നേര്. അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അംഗീകരിക്കും? ഇതേ നടക്കാത്തൊരു കാര്യമല്ലേ പറയണത്. കോൺഗ്രസ് ഇതിനൂടെ ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഇവരൊക്കെ മുഖ്യമന്ത്രിയാകാൻ. ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്ത് കിട്ടാനും യാതൊരു കാര്യവും. അഥവാ എന്ന് പറഞ്ഞാൽ അപ്പോഴും മലപ്പുറംകാർ വരും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാന്ന്. UDF ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞു. ആ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? കണക്ക് വളരെ വ്യക്തമല്ലേ, പച്ചയായ കണക്ക് പറഞ്ഞുതരാം. ആ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അവിടെ ബിന്ദു ടീച്ചർ ജയിച്ച്? അവിടെ ആരാ ജയിച്ചുകൊണ്ടിരുന്നത്? ഉണ്ണിയാടൻ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ? എങ്ങനെ ഉണ്ണിയാടൻ തോക്കും ജീവിതത്തിൽ ആരെങ്കിലും വിചാരിച്ചാണ്? അവിടെ ഒടിയായി പോയില്ലേ? അവിടെ BJP 30,000 വോട്ട് പിടിച്ചപ്പോൾ ചുമ്മാ കിടന്നിരുന്ന ബിന്ദു ടീച്ചർ ഇടതുപക്ഷം ജയിച്ച്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അപ്പോഴും നിൽക്കുകയാണ്. മറ്റേ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ണിയാടനും പോയി, BJPക്കും പോയി, കമ്മ്യൂണിസ്റ്റ് വോട്ട് അതുപോലെ നിൽക്കുകയാണ്. അവർ ജയിച്ച്. അവനെ നിങ്ങൾ നോക്ക്, വർക്കല കഹാർ അല്ലേ പണ്ട് ജയിച്ചിട്ടുണ്ടിരുന്നത്. കഹാറിന് ഇപ്പം കേൾക്കുന്നുണ്ടോ? കഹാർ പോകാൻ കാര്യം എന്താണ്? അവിടെ ത്രികോണ മത്സരം വന്നു. അജി SR നിന്ന് 12,000 വോട്ട് പിടിച്ച്. അപ്പോൾ എന്ത് പറ്റി? കോൺഗ്രസ് വോട്ടാണത്. പിടിച്ചു വന്നപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുക അയാൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഈ പ്രാവശ്യം ജയിച്ചു. അപ്പോൾ ഈ ത്രികോണ മത്സരത്തിൻ്റെ പ്രയോജനങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടും. സതീശൻ പറഞ്ഞ 99 എന്തിനാണ് നമ്മളായിട്ട് കുറക്കണേ? എന്തിനാണ് 99 തന്നെ അങ്ങ് പറഞ്ഞിരുന്നു. അവരെല്ലാം എന്തോ ഈ സങ്കല്പം വായു വിമാനത്തിലാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെ കിട്ടാനാണ് 99? പല പ്രാവശ്യം എണ്ണിയാലും കിട്ടുകയില്ല. പ്രായം 90ലേക്ക് അടുക്കുന്നു. ഈ SNDPയുടെയും SN ട്രസ്റ്റിൻ്റെയും ഒക്കെ തലപ്പത്ത് ഇപ്പോഴും സജീവമായിട്ട് തന്നെ തുടരുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ പ്രസ്ഥാനവുമായിട്ട് ഇനി മുന്നോട്ട് പോവുക? വരും സമയങ്ങളിലേക്കുള്ള രാഷ്ട്രീയ നിലപാട്, പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്ക്, ഇതൊക്കെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തലമുറ മാറ്റമോ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴത് പ്രചരിക്കാൻ സാധിക്കില്ല. കർമ്മനിരതനായിട്ട് മുന്നോട്ട് പോകാനാണ്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലേക്ക് വരാനുള്ള കേസുകളിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. ആ അന്ത്യഘട്ടം വരുന്ന സാഹചര്യത്തിൽ എല്ലാം കണക്കാക്കി സഹപ്രവർത്തകരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. അതല്ലാതെ ഞാനൊരു മീഡിയയുടെ മുമ്പിൽ വന്ന് ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞാൽ ഇത് ലൈവായിട്ടും റെക്കോർഡായിട്ടും നിൽക്കുന്നതാണ്. വളരെ സൂക്ഷിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം.